വിശദമായ വാർത്തയിലേക്ക്. രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം നതാലി മൈസൻ സംവിധാനം ചെയ്ത ക്ലാര സോളയ്ക്ക് 20 ലക്ഷം രൂപ സമ്മാനത്തുക ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. കാമില കംസ് ഔട്ട് ടുനൈറ്റ് ഒരുക്കിയ ഐനസ് മരിയ മാറിനോവയാണ് മികച്ച സംവിധായിക. തമിഴ് ചിത്രം കൂഴങ്കലാണ് മികച്ച ജനപ്രിയ സിനിമ. ആവാസവ്യൂഹം മികച്ച മലയാള സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിശാഗന്ധിയിൽ നടന്ന സമാപന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. The Rajata Chakoram for Best Director goes to Camilla Comes Out Tonight, directed by Ines Meriya. വിവരങ്ങളുമായി എസ് ശരൺ ചേരുന്നു. ശരൺ, കോവിഡിന് ശേഷം വളരെ പ്രൗഢഗംഭീരമായിരുന്നു സമാപന ചടങ്ങും. ഏതൊക്കെയാണ് പുരസ്കാരങ്ങൾ, എങ്ങനെയൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണത്തെ ചലച്ചിത്രമേള, അതായത് 26ാമത് രാജ്യാന്തര ചലച്ചിത്രമേള എല്ലാ അർത്ഥത്തിലും പ്രൗഢ ഗംഭീരമായിരുന്നു. തുടക്കം മുതൽ തന്നെ നമുക്കറിയാം, ഉദ്ഘാടന ചടങ്ങടക്കം ഗംഭീരമായിട്ടാണ് നടത്തിയത്. അതിനുശേഷമാണ് സമാപന ചടങ്ങ്, അതായത് ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. ധനമന്ത്രി KN ബാലഗോപാലാണ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഏതായാലും പുരസ്കാരങ്ങൾ എല്ലാം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പുരസ്കാരങ്ങൾ വിതരണം ചെയ്തിട്ടുമുണ്ട്. മികച്ച സിനിമയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്, മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം പുരസ്കാരം സമ്മാനിച്ചിരിക്കുന്നത് ക്ലാര സോള എന്ന സിനിമയ്ക്കാണ്. അതായത് കോസ്റ്ററിക്കൻ സിനിമയായ ക്ലാര സോളയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയിരിക്കുന്നത് കമിൽ കംസ് ഔട്ട് നൈറ്റ് സംവിധായകനായ ഈനസ് മെരിയ ആണ്. ഒപ്പം തന്നെ ഈ പ്രത്യേക ജൂറി അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്ന തമിഴ് ചിത്രമായ പെബിൾസ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃഷ്ണന്ത് സംവിധാനം ചെയ്ത ആവാസ വ്യൂഹമാണ്. ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൂഴങ്കലാണ്. നവാഗത സംവിധായകനുള്ള KR മോഹൻ പുരസ്കാരം 2 സംവിധായകർ പങ്കിടുകയായിരുന്നു. അതായത് അയാം നോർത്ത് ദ റിവർ ചലം സംവിധാനം ചെയ്ത പ്രഭാസ് ചന്ദ്രയും, ഇതോടൊപ്പം തന്നെ മലയാളം ചിത്രമായ നിശുതയുടെ സംവിധായകയായ താര രാമാനുജൻ, ഇരുവരും ഈ പുരസ്കാരം പങ്കിടുകയായിരുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ചടങ്ങിൽ വലിയ വിമർശനമാണ് വിശിഷ്ടാതിഥിയായി ചടങ്ങിലെത്തിയ സാഹിത്യകാരൻ T പത്മനാഭൻ ഉന്നയിച്ചത്. പ്രധാനമായും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ നടപ്പിലാക്കാത്തതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അതിനെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ആ വേദിയിൽ തന്നെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള കരട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സജി ചെറിയാൻ അറിയിച്ചിരിക്കുന്നത്. ശരി ശരൺ. IFFK സമാപന വേദിയിലായിരുന്നു സർക്കാരിനെ പരോക്ഷമായി T പത്മനാഭൻ വിമർശിച്ചത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ വിചാരിച്ചാൽ കടക്കാവുന്ന കടമ്പയല്ല ഇതെന്ന് വിചാരിക്കുന്നില്ല. ഇതിലും വലിയ ദുർഘടങ്ങൾ തരണം ചെയ്ത സർക്കാരാണിത്. എല്ലാ കാലത്തും വൃത്തികേടുകൾ തുടരാൻ താരചക്രവർത്തിമാർക്ക് കഴിയില്ലെന്നും T പത്മനാഭൻ പറഞ്ഞു. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇനിയും വെളിച്ചം കാണാതെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതിലും വലിയ ദുർഘടങ്ങളെ അനായാസം തരണം ചെയ്ത ഒരു ഗവൺമെന്റാണ് ഇവിടെയുള്ളത്. ഈ ഗവൺമെന്റ് വിചാരിച്ചാൽ ഇത് കഴിയും. ഇത് ചെയ്തില്ലെങ്കിൽ ഭാവി കേരളം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ടൈം ഈസ് റണ്ണിംഗ് ഔട്ട്. ടൈം ഈസ് റണ്ണിംഗ് ഔട്ട്. ഇതിൽ വേണ്ടത് ചെയ്യണം. അതിൽ പറഞ്ഞ എല്ലാ നടപടികളും എടുക്കണം. കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരണം. നല്ല ഒന്നാം തരം ശിക്ഷ നൽകുകയും വേണം. എനിക്ക് കായികമായോ മാനസികമായോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഏതാണ്ട് അസ്തമിക്കാൻ ആയി അത് കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇതൊന്നും
അധികകാലം ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് എല്ലാവർക്കും ഇവിടെ താരചക്രവർത്തിമാരായി വാഴാൻ കഴിയില്ല. ഇത്തവണത്തേത് സ്ത്രീകളുടെ വിജയം ഉദ്ഘോഷിക്കുന്ന ചലച്ചിത്രമേളയാണെന്നും ഉദ്ഘാടന വേദിയിലെ ഭാവനയുടെ സാന്നിധ്യം അഭിനന്ദനാർഹമാണെന്നും ടി പത്മനാഭൻ ചൂണ്ടിക്കാട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കരട് തയ്യാറായിട്ടുണ്ട്. നിയമസഭ കൂടി എത്രയും വേഗത്തിൽ പാസാക്കും. ഭാവന നമ്മുടെ ശക്തി ഗോപുരമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമം അതിനു മുമ്പ് അടൂർ ഗോപാലകൃഷ്ണ സാറിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അത് രണ്ടും കൂടി വെച്ചുകൊണ്ട് നിയമം നിർമ്മിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന്റെ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട്. പപ്പേട്ടൻ ഇവിടെ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഏറ്റവും വേഗം അത് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച് അത് പാസാക്കി നിയമനിർമ്മാണം നടപ്പാക്കുമെന്ന് ഇവിടെ ഉറപ്പാക്കാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിൽവർ ലൈനിലെ സർക്കാർ ലൈൻ. സിൽവർ ലൈൻ സർവേ നിർത്തിവെക്കാൻ സർക്കാർ തലത്തിൽ ധാരണ. പ്രതിഷേധങ്ങൾ ജനവികാരം എതിരാക്കുന്നെന്ന തിരിച്ചറിവിലാണ് നീക്കം. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ശേഷം സർവേയുമായി മുന്നോട്ടു പോകാനാണ് ആലോചന. എന്നാൽ ഇത്തരമൊരു നിർദ്ദേശവും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നാണ് കേരയിൽ കോർപ്പറേഷന്റെ വിശദീകരണം. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കാനുള്ള ത്വരിത നീക്കങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനുള്ള വഴികളും സർക്കാർ തേടുകയാണ്. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഒന്നിനുമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സർവേ നടപടികൾ തത്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം. ഇത് സംബന്ധിച്ച വ്യക്തമായ സന്ദേശം സർക്കാർ കേരയിൽ കോർപ്പറേഷന് നൽകിക്കഴിഞ്ഞു. ഇന്ന് പലയിടത്തും സർവേ നടപടികൾ ഉപേക്ഷിച്ചു. വരും ദിവസങ്ങളിലും സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാകും സർവേ എന്ന് കേരയിൽ കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ കല്ലിടൽ നിർത്തിവെക്കുന്നുവെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകില്ല. അങ്ങനെ ചെയ്താൽ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു എന്ന പ്രചരണം ഉണ്ടാകുമെന്നാണ് ആശങ്ക. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള വഴികളാണ് കേരയിൽ കോർപ്പറേഷനും തേടുന്നത്. അതിനായി ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരം ശ്രമങ്ങൾ ഉണ്ടാകും. ഇതിനു പുറമെയാണ് CPM നേതാക്കളുടെ ഭവന സന്ദർശനം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏപ്രിലിൽ സർവേ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ഏജൻസികളും കേരയിൽ കോർപ്പറേഷനെ അറിയിച്ചിട്ടുണ്ട്. സർവേക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് ആവശ്യം. കല്ലിടലിന് പകരം വഴികളെക്കുറിച്ചും ആലോചനകൾ സജീവമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതിയിലെ സർക്കാർ സമീപനത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട CPI. ഉദ്യോഗസ്ഥർക്ക് ഇത്ര ധൃതി എന്തിനാണെന്നും സമരക്കാർ എല്ലാം ഇടതുപക്ഷ വിരുദ്ധരല്ലെന്ന് ഓർമ്മിക്കണമെന്നും CPI അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു പറഞ്ഞു. അതേസമയം എറണാകുളത്ത് സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത നേതാവിനോട് CPI വിശദീകരണം തേടി. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെന്നും വികസനം ഇനിയും വൈകിപ്പിക്കാൻ കഴിയില്ലെന്നുമുള്ള CPM നിലപാടിന് CPIയുടെ മറുപടി ഇതാണ്. ഗവൺമെന്റിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്ന സമീപനങ്ങൾ വളരെ വളരെ ആശങ്കയുണ്ടാക്കുന്നത്. കേരളത്തിൽ ആരെയും വേദനിപ്പിച്ചുകൊണ്ട്, ആരെയും ദുഃഖത്തിലാക്കിക്കൊണ്ട് കേരളയിലല്ല ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അത്രയും ധൃതി കാണിക്കുന്നത്? ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചാൽ പ്രതിപക്ഷത്തിനെതിരെ ജനം രംഗത്ത് വരും. അതിനാൽ ആശങ്കകൾ പരിഹരിക്കണം. അങ്ങനെ ആരെങ്കിലും വഴിയാധാരമാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എടുക്കേണ്ടുന്ന ഒരു അവധാനത ഉദ്യോഗസ്ഥന്മാരെടുക്കണം. പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും മറ്റ് സിവിൽ ഉദ്യോഗസ്ഥന്മാരായാലും അവരതിനകത്ത് കുറച്ചുകൂടി കോഷ്യസ് ആവേണ്ടതായിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയെ എതിർക്കുന്നില്ല. അനാവശ്യ തിടുക്കം വേണ്ടെന്ന നിലപാടാണ് CPI ആവർത്തിക്കുന്നത്. ഇതിനിടെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ CPI വിശദീകരണം തേടി. പിറവം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC തങ്കച്ചനോടാണ് വിശദീകരണം തേടിയത്. തങ്കച്ചൻ മാത്രമാണ് അതിൽ പങ്കെടുത്തുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ഒരു CPIക്കാർ പങ്കെടുത്തായിട്ട് മാധ്യമങ്ങളോ ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തങ്കച്ചൻ്റെ പേരിൽ അങ്ങനെ LDF അംഗീകരിച്ച പരിപാടി, പാർട്ടി അംഗീകരിച്ച പരിപാടിക്കെതിരായി പ്രവർത്തിച്ചാൽ അതിൻ്റെ പാർട്ടിയുടെ സംഘടനാപരമായ നടപടി സ്വീകരിക്കപ്പെടും. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. സിൽവർ ലൈൻ പ്രതിഷേധങ്ങൾ ഫലം കണ്ടു. സിൽവർ ലൈൻ കല്ലിടൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ ജനങ്ങളെ നേരിൽ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അതിനുശേഷം മാത്രം കല്ലിടൽ ശരിക്കും പിന്മാറിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഈ സമരത്തിൽ. നമ്മളിത് രാഷ്ട്രീയവൽക്കരിച്ചുള്ള സമരമല്ല, നമ്മൾ നൊമ്പരങ്ങളുടെ സമരമാണ്.
ആദ്യം കേരളമറിഞ്ഞത് ന്യൂസ് 18-ലൂടെ. ന്യൂസ് 18 കേരളം, വാർത്തയിൽ എന്നും മുന്നിൽ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥിന് രണ്ടാം ഊഴം. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആനന്ദിബെൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേശവ് പ്രസാദ് മൌര്യ, ബ്രജേഷ് പാഠക് എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 5 വനിതകൾ ഉൾപ്പെടെ 53 പേരാണ് മന്ത്രിസഭയിലുള്ളത്. ഉത്തർപ്രദേശിൽ ചരിത്ര വിജയം നേടിയ BJP യോഗി ആദിത്യനാഥിന്റെ രണ്ടാം ഊഴം ആഘോഷമാക്കി മാറ്റി. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി യജ്ഞ സ്റ്റേഡിയത്തിൽ 80,000-ലധികം ആളുകൾ ചടങ്ങിന് സാക്ഷിയായി. आदित्यनाथ योगी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന കേശവ് പ്രസാദ് മൌര്യയ്ക്ക് വീണ്ടും അവസരം നൽകി. ദിനേശ് മിശ്രയ്ക്ക് പകരം ബ്രജേഷ് പാഠകും ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. मैं ब्रजेश पाठक ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. സ്വതന്ത്ര ചുമതലയുള്ള 14 സഹമന്ത്രിമാർ ഉൾപ്പെടെ 53 പേരാണ് മന്ത്രിസഭയിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഡൽഹി. അതിർത്തിയിൽ നിന്ന് പൂർണ്ണമായി സൈന്യത്തെ പിൻവലിക്കണമെന്ന് ചൈനയോട് ഇന്ത്യ. സേന പിന്മാറ്റം വേഗത്തിലാക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആവശ്യപ്പെട്ടു. അയൽ രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര സൈനിക ചർച്ചകൾ തുടരും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടരാനും ധാരണയായി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും വാങ് യി കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ ജഡ്ജിയുടെ കത്ത്. സംഭവത്തിൽ പ്രതിഷേധിച്ച അഭിഭാഷകർക്കെതിരെ ജില്ലാ ജഡ്ജി ബാർ അസോസിയേഷന് നൽകിയ കത്തിലാണ് നൃത്തപരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും ഡിവൈഎസ്പി അമിതമായി ഇടപെട്ടതാണെന്നുമാണ് ജില്ലാ ജഡ്ജി വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പ്രശസ്ത നർത്തകി നീന പ്രസാദ് മോയൻ LP സ്കൂളിൽ നടത്തിയ നൃത്തപരിപാടി ജില്ലാ ജഡ്ജി കലാം പാഷയുടെ നിർദ്ദേശപ്രകാരം പോലീസ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ജില്ലാ കോടതിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. കോടതി വളപ്പിൽ നടന്ന പ്രതിഷേധം ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ ജഡ്ജി കലാം പാഷ പാലക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റിന് നൽകിയ കത്തിലാണ് താൻ നൃത്തപരിപാടി തടസ്സപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുന്നത്. ശബ്ദം കുറയ്ക്കാൻ മാത്രമാണ് സെക്യൂരിറ്റി ഓഫീസർ മുഖേന ഡിവൈഎസ്പിക്ക് സന്ദേശം നൽകിയത് എന്നും എന്നാൽ ഡിവൈഎസ്പി പറഞ്ഞതിനേക്കാൾ അധികമായി പ്രവർത്തിച്ച് പ്രശ്നമുണ്ടാക്കുകയാണ് ചെയ്തതെന്നും കലാം പാഷ വ്യക്തമാക്കി. കലാപരിപാടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് താനെന്നും 6 വർഷം സംഗീതം പഠിച്ചയാളാണെന്നും കത്തിൽ പറയുന്നു. അരങ്ങേറ്റം നടത്തിയില്ലെങ്കിലും ഭരതനാട്യവും ഏറെക്കാലം പഠിച്ചിരുന്നു. മതപരമായ കാരണങ്ങളാൽ നൃത്തപരിപാടി നിർത്തിയെന്ന ആരോപണം വേദനാജനകമാണെന്നും അദ്ദേഹം കത്തിലൂടെ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പങ്കെടുത്ത പ്രതിഷേധം കോടതിയുടെ പ്രവർത്തനത്തിന് ശല്യമായതായി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. തൃശൂർ ചേർപ്പിൽ സഹോദരനെ കുഴിച്ചുമൂടിയത് ജീവനോടെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ച ബാബുവിന്റെ ശ്വാസകോശത്തിൽ മണ്ണ് കണ്ടെത്തി. തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രതി സാബുവിന്റെ മൊഴി. മരിച്ചുവെന്ന് കരുതിയാണ് ബാബുവിനെ സഹോദരൻ സമീപത്തെ വയലിൽ കുഴിച്ചിട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിൽ മണ്ണിന്റെ അംശം കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ബാബുവിന്റെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. മദ്യപിച്ച് ബഹളം വെച്ചപ്പോൾ തർക്കമുണ്ടായതിനെ തുടർന്ന് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കസ്റ്റഡിയിലായ സാബു നേരത്തെ പോലീസിനോട് പറഞ്ഞത്.
കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കൊല നടത്തിയത്. 25 വയസ്സുള്ള ബാബുവിനെ ഈ 15 മുതൽ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ പരാതി നൽകിയിരുന്നു. വയലിൽ അസ്വാഭാവികമായി മൺകൂന കണ്ട നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. ന്യൂസ് 18 തൃശൂർ.